വീണ്ടും എന്തിനു വേണ്ടിയാണ് ഈ കേരളീയം? അഴിമതിക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നു. അഴിമതി ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ വ്യവസായികളുടെ കുത്തിരി പിടിച്ചിട്ട് സ്പോൺസർഷിപ്പ് ചോദിക്കാനും പാടില്ല. പകരം അതൊരു ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ പോലെ ഈ വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒക്കെ വരാൻ പറ്റുന്ന ഒരു ഉത്സവം കൂടിയായി മാറുക. സാംസ്കാരികോത്സവത്തോടൊപ്പം ഒരു വാണിജ്യ ഒരു എക്സിബിഷൻ ആവുന്നതിൽ തെറ്റില്ല. അതിന് സർക്കാർ അത് നടത്തിക്കൊടുക്കുക എന്നതിനപ്പുറം വലിയ ചെലവും വഹിക്കേണ്ടതില്ല. പക്ഷേ ഇത്തരം ഒത്തുചേരുന്ന സന്ദർഭങ്ങളെല്ലാം പരമാവധി ഉണ്ടാവണം. നമ്മളെയൊക്കെ ഷോക്കേസ് ചെയ്യുകയും ചർച്ചകൾ നടക്കുകയും മനുഷ്യർ ഒരുമിച്ച് വരികയും ഒക്കെ ചെയ്യുന്ന മതേതരമായ സ്പേസുകളില്ലേ, അതൊക്കെ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് കാശ് ചെലവിട്ട് നടത്തണോ എന്നുള്ളത് പ്രേക്ഷകർ പറഞ്ഞതുപോലെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രവുമല്ല, അതിൽ അഴിമതി ആരോപണം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഒരുപാട് വ്യാപാരി വ്യവസായികളെയൊക്കെ നമ്മൾ സർക്കാർ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർക്ക് വഴിവിട്ടെന്തെങ്കിലും ചെയ്തു കൊടുക്കുമോ എന്നൊരു ആശങ്കയും സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിലൂടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. മുതലെടുക്കാൻ വേണ്ടി കുറേ അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ അവരെക്കുറിച്ച് കൂടി ഉദ്ദേശിച്ചായി പറഞ്ഞത്.